നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റൂമർ രൂപത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ വാർത്ത ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുന്നു. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം ഉറപ്പിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ അറേബ്യൻ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ നസറിൻ്റെ ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോ ഇതാ സീരിയ ക്ലബ്ബായ ജിനോവയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയും ഇത് സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർ വി ഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. മറ്റു മാധ്യമങ്ങളിൽ വന്ന വാർത്ത തന്നെയാണ്. എങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഫബ്രീസിയോ പറഞ്ഞെന്ന് പറഞ്ഞാലാണ് കൂടുതൽ വിശ്വാസമാവുക. അതുകൊണ്ട് ഫബ്രീസിയോയുടെ റിപ്പോർട്ട് എടുക്കുന്നു എന്നുള്ളൂ. ഫബ്രീസിയോ പറയുന്നു, ജിനോവ ഇപ്പോൾ ബെൻഡോയെ സൈൻ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അൽ നസറിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ്. ഹിയർ വി ഗോ. ലോൺ ഡീലാണ് വിത്ത് ബൈയിങ് ഓപ്ഷൻ ക്ലോസ് ഉണ്ട്. 9 മില്യൺ യൂറോയുടെ ഫീ വെച്ചുകൊണ്ടുള്ള ഒരു ബൈയിങ് ഓപ്ഷൻ ക്ലോസും ഉണ്ട്. ബെൻഡോ വിൽ ഓൺലി ബി അലൗഡ് ടു ലീവ് ആഫ്റ്റർ ടുഡേയ്സ് ഗെയിം ബട്ട് വെർബൽ എഗ്രിമെൻറ്റ് ഇൻ പ്ലേസ് സോ ടു ബി സൈൻഡ് പോസ്റ്റ് മാച്ച് എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. ഇന്ന് അൽ നസറും അൽ ഹിലാലും തമ്മിൽ കളിയുണ്ട്. ആ കളിക്ക് ശേഷം മാത്രമാണ് അദ്ദേഹത്തെ അവിടെ വിട്ട് പോകാൻ അൽ നസർ സമ്മതിക്കുകയുള്ളൂ. അതുകൊണ്ട് കളിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. 26-കാരനായിട്ടുള്ള ബെൻഡോ ബ്രസീലിയൻ ക്ലബ്ബായ അത്ലറ്റിക്കോ പാരനൈസിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഭാവിയുള്ള ഗോൾ കീപ്പറായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ആ സമയത്ത് യൂറോപ്യൻ ക്ലബ്ബുകൾ വ്യാപകമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം യൂറോപ്പിലേക്ക് പോവാതെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. 2024 അദ്ദേഹം അൽ നസറിലെത്തി. അൽ നസറിൽ ഈ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നു. നവാഫ് അൽ അഖീദി തിരികെ എത്തിയതോടുകൂടി ബെൻഡോയുടെ സ്ഥാനം പ്ലേയിങ് 11-ൽ പുറകോട്ട് പോയി, പെക്കിംഗ് ഓർഡറിൽ പുറകോട്ട് പോയി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു യൂറോപ്യൻ ക്ലബ്ബ് രംഗത്തേക്ക് വന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ കൈമാറാൻ എന്തായാലും അൽ നസറും തയ്യാറായിരിക്കുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 6 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുള്ള താരം വേൾഡ് കപ്പിലും ബ്രസീൽ സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.